ജർമ്മനിയിലെ ഒരു കോളേജ് ഉണ്ട്. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവർ 100% പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. എനിക്കിതേ പറ്റിയിട്ട് നേരത്തെ അറിയില്ലായിരുന്നു. കുറച്ച് നാൾ മുന്നേ ഞാൻ ഇവരുടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റ്സ് പറയുന്നത് അവിടെ നിന്ന് ഈ ഒരു കോളേജിൽ നിന്ന് സക്സസ്ഫുള്ളി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവർ 100% പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കും. ഇനി അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഈ ഒരു കാൻഡിഡേറ്റ് അവിടെ പഠിക്കാനായിട്ട് കൊടുത്ത ട്യൂഷൻ ഫീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവർ റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതാണ് ഈ ഒരു കോളേജ് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി, അവിടെ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതേപോലെ തന്നെ ഈ ഒരു കോളേജിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിക്കലി ജർമ്മനിയിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കോളേജിൻ്റെ പേര് PFH എന്നാണ്. PFH ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ജർമ്മനിയിൽ നിങ്ങൾക്കറിയാം പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ട്യൂഷൻ ഫീസൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ മാത്രം കൊടുത്താൽ മതി. എന്നാൽ പ്രൈവറ്റ് കോളേജുകളിൽ നമ്മൾ ഫീസ് കൊടുത്ത് തന്നെ പഠിക്കണം. അതിൻ്റെ പുറകിൽ റീസൺ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഇനി ഈ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും IELTS നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. കാരണം ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് IELTSോ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജോ നിർബന്ധമാണ്. ഇവിടെ ഈ ഒരു കോളേജിൻ്റെ കേസിൽ പഠിപ്പിക്കുന്നതെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിലായതുകൊണ്ട് തന്നെ നിങ്ങൾ IELTS നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. IELTSന് ഒരു 6 to 6.5 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനഫാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അഡ്മിഷൻ റിക്വയർമെൻറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് മാർക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസ്റ്റർ പ്രോഗ്രാം പഠിക്കാൻ പോവുകയാണെങ്കിൽ ബാച്ചിലേഴ്സിന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഓരോ കോഴ്സിനും ഓരോ രീതിയിലാണ്. എന്നാലും ഒരു 55 to 60% മുകളിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാം. ഇനി കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയാം, കാരണം കോഴ്സ് കുറച്ച് പറയാനുണ്ട്, എനിക്കത് കാണാതെ പറയാനറിയില്ല, ഞാനത് നോക്കി വായിക്കാം. ഇനി നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, കാരണം ഓരോ കോഴ്സിനും ഓരോ അഡ്മിഷൻ റിക്വയർമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില കോഴ്സുകൾക്ക് മാർക്കോ അതേപോലെ IELTSO ഉണ്ടായതുകൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടില്ല, അതിന് ഒരു 1 year എക്സ്പീരിയൻസ് കൂടെ വേണം. ഇനി 1 year എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് വേറെ പല രീതികളുമുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനി ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുക നോക്കാം. എല്ലാ കോഴ്സുകളും ഞാൻ പറയുന്നില്ല, മാസ്റ്റേഴ്സിൽ കുറച്ച് കോഴ്സുകൾ ഞാനിപ്പോൾ ഒന്ന് നോക്കി വായിക്കാം. ഒന്നാമത്തേത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമത്തേത് MSc ജനറൽ മാനേജ്മെൻറ്റ്, MSc യൂസർ എക്സ്പീരിയൻസ്, അതായത് UI UX എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ യൂസർ എക്സ്പീരിയൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസൈൻ. അടുത്തത് MSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ്, അടുത്തത് MSc ലൈറ്റ് വെയ്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പോസിറ്റ്സ്, പിന്നെ MSc ഡിജിറ്റലൈസേഷൻ ആൻഡ് ഓട്ടോമേഷൻ, ദെൻ MSc ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ദെൻ MSc ന്യൂ മൊബിലിറ്റി അല്ലെങ്കിൽ മൈക്രോ മൊബിലിറ്റി എന്നൊക്കെ പറയുന്ന കോഴ്സ്. ഇതെല്ലാം വളരെ നൂതന കോഴ്സുകളാണ്. പിന്നെ ഈ കോഴ്സുകളുടെയൊക്കെ ഒരു പ്രത്യേകത കൂടെ ഞാൻ പറയാം. ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലോകത്തിലെ തന്നെ വലിയ വലിയ കമ്പനീസാണ്. നിങ്ങൾക്കറിയാം എയർക്രാഫ്റ്റൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ബോയിങ് എന്ന് പറയുന്ന കമ്പനി ഇവരുടെ ഒരു പ്ലേസ്മെൻറ്റ് പാർട്ണറാണ്. അതായത് ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ബോയിങ്ങിലൊക്കെയാണ് അവർ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചില കോഴ്സുകളുടെയൊക്കെ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ബോയിങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോളേജുകളിൽ നമുക്ക് ഫീസ് കൊടുത്ത്, അത്യാവശ്യം നല്ല ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്നത്. ഇനി ഫീസിൻ്റെ കാര്യം ഞാൻ പറയാം. നല്ല ഫീസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, എന്നാൽ അത്രയധികം ഫീസൊന്നുമില്ല. ഒരു വർഷം ഒരു 10 ലക്ഷം രൂപയൊക്കെയാണ് നമുക്ക് ഫീസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാനഡയോ അല്ലെങ്കിൽ കുറച്ച് വലിയ വലിയ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 15, 18, 20, 25 ലക്ഷം രൂപയൊക്കെ ഒരു വർഷം ഫീസ് വരുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഒരു 10 ലക്ഷം രൂപയൊക്കെ ഒരു വർഷം ഫീസ് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ പറയാം. പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോളേജ് പറഞ്ഞിട്ടുള്ള രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോളേജിൽ നിന്ന് സക്സസ്ഫുള്ളി പഠിച്ച് പാസ്സാവണം. അതായത് പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക വേണ്ടത്ര അറ്റൻഡൻസ് ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകാൻ പാടില്ല. കറക്റ്റായിട്ട് പഠിച്ച് പാസ്സായി ഈ പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് കൂടെ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ഇവർ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുള്ളൂ. ഇനി പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തരാൻ പറ്റുന്നില്ലെങ്കിൽ അവരൊരു എമൗണ്ട് റീഫണ്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ട്യൂഷൻ ഫീസിൻ്റെ 20% നിങ്ങൾക്ക് തിരിച്ച് അവർ റീഫണ്ട് ചെയ്ത് തരും, അവരെ കൊണ്ട് ഈ ഒരു പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ. ഇനി ഈ ഒരു കോളേജിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നമുക്ക് ട്യൂഷൻ ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. എന്നാൽ പ്രൈവറ്റിൽ വരുമ്പോൾ, ഈ ഒരു കോളേജിൽ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും. പിന്നെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമുകൾക്കും നമുക്ക് നേരിട്ട് കയറി അങ്ങ് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. ഓരോ കുട്ടിയുടെയും പ്രൊഫൈൽ നോക്കി
അതിന് അനുയോജ്യമായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിന് മാത്രം അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. ചില കോഴ്സുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്നല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. പിന്നീട് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിലേക്ക് അധികം എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളൊന്നും അങ്ങനെ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അധികം സ്ഥലങ്ങളിൽ നിന്ന് ഈ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് ജനറലി ഈ ഒരു കോളേജിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇനി ജർമ്മനിയിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജർമ്മനി ഒരു ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പല കാര്യങ്ങൾക്കും പാർട്ട് ടൈമിനാണെങ്കിലും പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജിൻ്റെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് പോകാൻ നോക്കുക, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ജർമ്മനിയിൽ സാധാരണ പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തണുപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതേപോലെ അക്കോമഡേഷൻ കണ്ടെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ രാജ്യത്തും ഉള്ളതുപോലെ തന്നെ ഈ ഒരു രാജ്യത്തും ഉണ്ട്. പിന്നെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനി എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്, വലിയൊരു എക്കണോമിയാണ്. അതേപോലെ ജർമ്മനി ഇപ്പോൾ വലിയൊരു ലേബർ ഷോർട്ടേജ് നേരിടുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസും അല്ലെങ്കിൽ വേണ്ടത്ര എഡ്യൂക്കേഷനും ലാംഗ്വേജും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ജോലി കണ്ടെത്താനായിട്ട്, ലാംഗ്വേജ് ഞാൻ പ്രത്യേകം പറയുകയാണ്, ലാംഗ്വേജ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്താനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇനിയും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഈ ഒരു കോളേജിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാനായിട്ട് ചിലപ്പോൾ എനിക്ക് ഇതിനകത്ത് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എൻ്റെ വാട്സാപ്പിൽ എന്നോട് സംസാരിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരയ്ക്കും ബൈ.